ഈ തിരഞ്ഞെടുപ്പ് കാലത്തുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ, ചില അടികൾ ഭയങ്കര രസകരമാണ്, ഒരുപാട് ആലോചനാമൃതവുമാണ്. ഇപ്പോൾ പ്രേമചന്ദ്രൻ്റെ വിഷയത്തിൽ ഷിബു ബേബി ജോൺ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് മുഖമടച്ചൊരു അടി കൊടുത്തിട്ടുണ്ട്. സാർ ശ്രദ്ധിച്ചായിരുന്നോ? കേൾക്കട്ടെ. ഒരു കിടിലൻ പ്രയോഗമാണ്. കിടപ്പ് മുറിയിൽ നിന്നും ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. അതിൻ്റെ സന്ദർഭം കൂടി ഞാൻ പറയാം. ഷിബു ബേബി ജോൺ ഗണേഷ് കുമാർ പ്രേമചന്ദ്രനെതിരെ ഒരു യോഗത്തിൽ അവിടെ പ്രസംഗിക്കുന്ന വാചകം എങ്ങനെയാണ്: പ്രേമചന്ദ്രൻ്റെ പൂജാമുറിയിൽ നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ട്. അതിനാണ് ഷിബുവിൻ്റെ മറുപടി. കിടപ്പുമുറിയിൽ നിന്ന് ഗണേശൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറിയതിൽ ഒരുപാട് സന്തോഷം. അതിനൊരുപാട് മുനയുണ്ടല്ലോ സാറേ. തീർച്ചയായിട്ടും ഗണേഷ് കുമാറിൻ്റെ കഴിഞ്ഞകാല ജീവിത സംഭവങ്ങളെല്ലാം കൂടെ ക്രോഡീകരിക്കുന്ന ഒറ്റ വാചകത്തിലുള്ള. അതെ അതെ, ഇത് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ അടികൊണ്ടും മൂക്കും മുഖവും ഒക്കെ മുറിഞ്ഞിരിക്കുന്ന ഗണേഷിൻ്റെ ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതെ അതെ എന്ന് ഒരു പ്രയോഗമുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് വന്ന് മുകേഷിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരിക്കുമല്ലോ. അതെ, പത്തനാപുരത്ത് നിന്ന് വന്ന് കൊല്ലത്ത് വന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇതിനകത്ത് രസകരമായൊരു വസ്തുത, ഇദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ മോഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേമചന്ദ്രൻ്റെ നമുക്കറിയില്ല. ഒരാളിൻ്റെ പൂജാമുറി അയാളുടെ സ്വകാര്യ ഇടമാണ്, ഒരാളിൻ്റെ കിടപ്പുമുറി അയാളുടെ സ്വകാര്യ ഇടമാണെന്നതുപോലെ തന്നെ. അപ്പോൾ ഈ കിടപ്പുമുറിയിൽ മാത്രം വസിക്കുകയും അവിടെ തന്നെ ജീവിതം പൂർണ്ണ സമയവും ആഘോഷിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ചില ആളുകളെ ഉദ്ദേശിച്ചായിരിക്കണം ഷിബു ഇങ്ങനെ ഒരു മറുപടി മനസ്സിൽ കണ്ടുവച്ച് പറഞ്ഞത്. അപ്പോൾ അത് ചെന്നുകൊണ്ടത് ഒരുപക്ഷെ ഷിബു പോലും ഉദ്ദേശിക്കാത്ത തരത്തിൽ. ഉദ്ദേശിക്കാതെയോ? അല്ല, ഉദ്ദേശിക്കാതെ ആയിരിക്കില്ല, പക്ഷെ അറിഞ്ഞുകൊണ്ട് അടിച്ച അതെ അതെ ഇങ്ങനെ അല്ല, രാഷ്ട്രീയത്തിൽ ഇത്തരം നർമ്മങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. അല്ല, നർമ്മമല്ലല്ലോ സാർ. ഇതുപോലെ സമാനമായ ഒരു പ്രയോഗം അനിൽ ആന്റണി നടത്തി. കുര്യൻ അനിലിനെതിരെ വന്നപ്പോൾ കുര്യൻ അങ്കിളിന് ഒരു കേസുണ്ടായിരുന്നു. ആ കേസ് തീർന്നത് എങ്ങനെയാണെന്നും നന്ദകുമാറാണ് അത് റെഡിയാക്കിയതെന്നും എനിക്കറിയാം. വിശദാംശങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞതോടെ അനിക്സ്പ്രേ പോലെ കുര്യൻ ഇല്ലാണ്ടായി. കുര്യനെ പിന്നെ കാണാനില്ല, പൊടി പോലും ഇല്ല. അപ്പോൾ അത് ചിലപ്പോൾ വേണ്ടി വരും. ഇത് വളരെ നേരത്തെ നിയമസഭയിൽ നടന്ന ഒരു ചർച്ചയെ ഇതുപോലുള്ളൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മത്തായി മാഞ്ഞുരാൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ട്. അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു EMS മന്ത്രിസഭയിൽ, കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ. അദ്ദേഹം ഇങ്ങനെ തൊഴിൽ വകുപ്പിലെ വലിയ പരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാചാലനായി സംസാരിച്ചുകൊണ്ടിരിക്കെ തലവടി ഉമ്മൻ എന്ന ഒരു അന്നത്തെ പ്രതിപക്ഷാംഗം ഒരു പോയിൻ്റ് ഓഫ് ഓർഡർ കേട്ട് എഴുന്നേറ്റു. അപ്പോൾ എന്നിട്ട് പോയിൻ്റ് ഓഫ് ഓർഡർ അനുവദിച്ചു. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റായിട്ട് ഉത്തരം പറയാൻ മന്ത്രിക്ക് വിഷമമുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോഴാണ് മത്തായി മാഞ്ഞൂരൻ്റെ പ്രത്യുൽപ്പന്ന മതിത്വം പുറത്തിയാടുന്നത്. അതിരിക്കട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? തലവടി ഉമ്മൻ. തൊഴിലല്ല ചോദിച്ചത്, പേരാണ്. അപ്പോൾ ഇതോടെ സഭ ശബ്ദായമാനമായ പൊട്ടിച്ചിരിയിൽ മുഴുകുകയും മറ്റേ ചോദ്യത്തിന് ഉത്തരം പറയാൻ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ ചില കളവറായിട്ടുള്ള പ്രയോഗം കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം ഇത് അതുപോലെയല്ല, അടിച്ചിരുത്തുന്നതാണ്. അതെ, പക്ഷെ അതിന് വേറെ കോയിൻസിഡൻസ് കൂടെയുണ്ട്. കാരണം ഈ കഴിഞ്ഞ പെരുന്നാൾ ദിവസം സുരേഷ് ഗോപി തൃശ്ശൂർ ഒരു പള്ളിയിൽ നിന്ന് നോമ്പ് മുറിക്കൽ തരിക്കഞ്ഞിയോറ്റ കഴിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കയ്യിൽ പറ്റിയ തരിക്കഞ്ഞി ഈ വിരലിങ്ങനെ നക്കി. അതിനെക്കുറിച്ച് ഗണേഷ് പ്രസംഗിച്ചു. എന്തൊരു നക്കിത്തരമാണ്, വിരലിൽ നക്കുകയായിരുന്നു ഓരോ നാടകങ്ങൾ എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ അപഹസിച്ച് പ്രസംഗിച്ചിട്ടാണ് കൊല്ലത്ത് ഇത് മേടിച്ചത്. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് തൃശ്ശൂർ കൊടുത്തതിന് കൂടി ചേർന്നാണ് കൊല്ലത്ത് കിട്ടിയത്. അപ്പോൾ ഇതിനൊരു മറുപടി ഇതുവരെ ഗണേശൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല. ഗണേശൻ്റെ ശബ്ദം പിന്നെ കേട്ടിട്ടില്ല, ബോധം വന്നിട്ടില്ല എന്ന് തോന്നുന്നു.
അതെ, ഗണേശൻ്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ജനങ്ങൾ ഓർക്കാൻ, ഒരിക്കൽ കൂടി ഓർക്കാൻ. അതെ 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 സോഷ്യൽ മീഡിയയിൽ മറ്റേ പടം വന്നല്ലോ, അടി കൊണ്ട് ചോര കിനിയുന്ന ചിത്രം വളരെ വ്യാപകമായി വന്നു. നമ്മുടെ മാധ്യമപ്രവർത്തകരാരും യാമിനി തങ്കച്ചിയെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാം ഈ സന്ദർഭത്തിലൊന്നും തോന്നിയില്ലേ? ആർക്കെങ്കിലും തോന്നുമോ ആർക്കറിയാം. ഏതായാലും യാമിനി തങ്കച്ചിയൊക്കെ ആളുകൾ മറന്നുപോയി. ഇപ്പോൾ നമുക്കിപ്പോൾ അവരെ ഉപദ്രവിക്കേണ്ട, അവരവരുടെ പാട്ടിന് പോട്ടെ. അതെ, ഏതായാലും നമുക്ക് സാർ വേറെ കാര്യമുണ്ട്. ഗണേശൻ മുൻപ് നല്ല മന്ത്രിയായിരുന്നു എന്നുള്ള ഒരു ടെമ്പോ ഉണ്ടാക്കിയ ആളാണ് മുൻകാലത്ത്. കഴിഞ്ഞ മന്ത്രിസഭ ഗണേശൻ ഭേദപ്പെട്ട ഒരു മന്ത്രി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി കുറേ കാര്യങ്ങൾ പോസിറ്റീവായി ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ആസ് എ മിനിസ്റ്റർ അദ്ദേഹം വളരെ നല്ല മന്ത്രിയാണ്. പക്ഷേ ഈ മന്ത്രിസഭയിൽ വന്നതിന് ശേഷം തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന ഒരു ഗണേശനെ കാണുന്നു. അതെ അതെ, ഇടക്കാല മന്ത്രി ആയതുകൊണ്ടാണോ അദ്ദേഹം ആന്റണി രാജുവിൽ നിന്ന് മാൻഡിൽ ഏറ്റെടുത്ത് KSRTCയുടെ ഭരണം തുടങ്ങിയതിന് ശേഷം, അപ്പോൾ KSRTC ഒരു പരിതാപ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഗണേശ് വന്ന ഉടനെ തന്നെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനെക്കുറിച്ച് അതിലൊരു പരിഷ്കാരം വരുത്താനാണ് ശ്രമിച്ചത്. ഡ്രൈവിംഗ് ലൈസൻസ് ആർക്കൊക്കെ കൊടുക്കണം, അതിനെന്തുമാത്രം ട്രെയിനിങ്, എത്രമാത്രം കാര്യക്ഷമമാകും, 8 വേണോ H വേണോ. ഇപ്പോൾ ഗണേശ് മന്ത്രിയായതിനു ശേഷം ഇതുവരെ ഒരാൾക്കും ലൈസൻസ് കിട്ടിയിട്ടില്ല. ലൈസൻസ് പ്രിൻ്റ് ചെയ്യാൻ പോലും മോട്ടോർ വകുപ്പിന് കഴിയുന്നില്ല. ലൈസൻസ് മുമ്പേ ഉള്ളൊരു പ്രശ്നമാണ്, പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, റിന്യൂ ചെയ്യാൻ ലൈസൻസ് പിന്നെ കാലാവധി കഴിഞ്ഞവർക്ക് റിന്യൂ ചെയ്ത് കൊടുക്കാൻ 3-4 മാസമായിട്ട് കഴിയുന്നില്ല. ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളാണ് പറയുന്നത്. അതല്ല സാർ, മറ്റൊന്ന് തോന്നിയത് ഈ ഗണേശൻ മന്ത്രിയാവട്ടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ലോകമെമ്പാടും പുതിയ ഫ്യൂവൽലെസ് ലോകത്തേക്ക് മാറുകയാണ്, പാരമ്പര്യേതര ഊർജ്ജത്തിലേക്ക് മാറുക, ഗ്രീൻ എനർജിയിലേക്ക് മാറുകയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം സിറ്റിയിൽ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നത്. ഈ ബസ്സുകളെല്ലാം കിലോമീറ്ററിന് 8 രൂപ വീതം ലാഭത്തിലാണെന്ന് കോർപ്പറേഷൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ മന്ത്രി വന്ന ഉടനെ പറഞ്ഞു ഇനി ഇലക്ട്രിക് ബസ് വേണ്ട, അതെല്ലാം നഷ്ടമാണ്. എന്നിട്ട് പുള്ളി ഏകപക്ഷീയമായി പറഞ്ഞു കിലോമീറ്ററിന് 10 രൂപ എന്ന് പറയുന്നത് ഇനിയില്ല, അതും കൂട്ടാൻ പോവുകയാണെന്ന്. സാധാരണ മുൻകാലങ്ങളിൽ കേട്ടിട്ടുണ്ട് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ നിരക്കൊന്ന് കൂട്ടിക്കിട്ടാൻ ഓരോ ബസ് ഉടമകളും 10,000 രൂപയെ സമാഹരിച്ച് മന്ത്രിമാർക്ക് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതും സമരമൊക്കെ നടത്തിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒരു സമരവും ഇല്ലാതെ ഒരു മന്ത്രി വന്നിട്ട് സർക്കാർ ബസ്സിൻ്റെ നിരക്ക് കൂട്ടും എന്ന് പറഞ്ഞാൽ സ്വകാര്യ ബസ് മുതലാളിമാരൊരു തുള്ളിച്ചാടില്ലേ? അല്ല, ഇത് ഇനി LDF ഇതിനൊരു നയം വേണ്ടേ? LDF അംഗീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു. അപ്പോൾ അതാണ് ഭരിക്കുന്ന മുന്നണിയുടെ നയവും തീരുമാനവും അല്ലേ ഗണേഷ് കുമാർ നടപ്പാക്കുന്നത്. ഗണേഷ് കുമാർ താൻ പോരിമ കാണിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ മാത്രം വേറെ അല്ല, തിരുവനന്തപുരം സിറ്റിയിൽ 10 രൂപയ്ക്ക് എവിടെയും സഞ്ചരിക്കാവുന്ന സിറ്റി ബസ്സുകളുണ്ടായിരുന്നു. അതും പെട്ടെന്ന് വന്ന് ഗണേശ് വേണ്ടെന്ന് വെച്ചു. അത് നടപ്പാക്കിയ രാജു അതിനെതിരെ ഗണേശിനെതിരെ സംസാരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട, കാരണം സിറ്റിക്കകത്ത് ഈ ബസ് കാത്ത് നിൽക്കുന്നവരുടെ വേദന ഭയങ്കരമാണ്. അപ്പോൾ അവർക്ക് ഈ 10 രൂപയ്ക്ക് സിറ്റിയിൽ എവിടെയും പോകാവുന്ന തരത്തിൽ പെട്ടെന്ന് വരുന്ന ബസ്സുകളുണ്ടായിരുന്നു. അതിലൊക്കെ നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. അത് വിജയകരമായിരുന്നു, ബിസിനസ് എന്ന നിലയിലും വിജയമായിരുന്നു. ആ സർവീസുകൾ വേണ്ട എന്ന് വെച്ചു. അതും സർക്കാർ തള്ളി. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് KSSwift എന്നൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, പുതിയ കുറേ ബസ്സുകൾ. അത് ലാഭകരമായി പോകുന്നു, ഇൻഡർസ്റ്റേറ്റ് സർവീസ് നടത്തുന്നു. വളരെ നല്ല സർവീസാണ് KSSwift. അതിനെ ഇപ്പോൾ KSRTCയിൽ ലയിപ്പിക്കാൻ പോകാൻ തോന്നുന്നു. ഇവർ ഈ KSRTCയെ ഇങ്ങനെ കുളിപ്പിച്ച് എവിടെ കൊണ്ടെത്തിക്കും? ഇപ്പോൾ ഗണേശനിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്ത് പറ്റി അദ്ദേഹത്തിന്? എന്തായിരിക്കും? ഒന്ന്, ഗണേശന് വല്ലതും സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് LDFൻ്റെ നയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. LDFൻ്റെ നയത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് യുക്തിസഹജമായ ഉത്തരവുണ്ടാകും. പക്ഷേ ഇത് ഈ പറഞ്ഞ തീരുമാനം അല്ല, നമുക്കൊരു കാര്യം, ഈ KSRTCയുടെ കാര്യം പറയുമ്പോൾ എയർ ഇന്ത്യയിൽ നമ്മൾ ദീർഘകാലമായ അക്യുമുലേറ്റഡ് ലോസ് കൊണ്ടുപോകുമായിരുന്നു. അത് ടാറ്റ ഏറ്റെടുത്തു. ടാറ്റയ്ക്ക് കൊടുത്തപ്പോൾ ഇവിടുത്തെ മോഡി സർക്കാരിനെ വിമർശിക്കുന്നവർ വിറ്റു തുലച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ടാറ്റ കമ്പനി എയർ ഇന്ത്യ സർവീസ് ഏറ്റെടുത്തതോടുകൂടി 55,000 കോടി രൂപ നഷ്ടത്തിലോടിയിരുന്ന എയർ ഇന്ത്യ പതുക്കെ റിവേഴ്സ് ഗിയറിൽ തിരിച്ചു വരാൻ തുടങ്ങി. അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ എയർബസ് കച്ചവടം നടത്തി 500ഓളം വിമാനങ്ങൾ ടാറ്റ ഒറ്റയടിക്ക് മേടിക്കാൻ പോകും. അമേരിക്ക ഞെട്ടിപ്പോയി. അതെ, അത്രയും ബൾക്കായ ഒരു വിമാന കച്ചവടം ഇടപാട് നടന്നിട്ടില്ല.
അത് മാത്രമല്ല അതിലൂടെ എത്രയായിരം പേർക്ക് പുതുതായിട്ട് തൊഴിൽ കിട്ടുകയാണ്. ഇത് അപ്പോൾ അത് അങ്ങനെ ഒരു വലിയ പ്രകടമായ മാറ്റം ലോകത്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ സാറ് പറഞ്ഞ പോലെ ഈ ഗണേശൻ്റെ സ്വന്തമായ പോളിസി ഇത്തവണ അത്ര ഗുണകരമായിരുന്നില്ല. കാരണം ലാഭത്തിൽ പോകുന്ന ഇലക്ട്രിക് ബസ്സുകൾ പിൻവലിക്കുക, 10 രൂപ സർവീസ് നിർത്തുക, ഡ്രൈവിംഗ് ദിവസം 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തുക, ഇതൊക്കെ തുക്ലക് പരിഷ്കാരം. അത് LDF ഭരണ നേതൃത്വം ഇദ്ദേഹത്തിന് രാഷ്ട്രീയ എതിരാളികളുടെ പൂജാമുറിയൊക്കെ ഒന്ന് പരിശോധിക്കാനായിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത്. ആയിരിക്കാം. പക്ഷെ കിടപ്പുമുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണമല്ലോ പൂജാമുറി കയറാൻ. ഏതായാലും ഗണേശൻ ഒരു നല്ല മന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് പാലിക്കണം. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവായ VS അച്യുതാനന്ദന് കാമഭ്രാന്താണെന്ന് പ്രസംഗിച്ച ഒരു ചരിത്രം ഗണേശനുണ്ട്. സാർ ഓർക്കുന്നില്ലേ? അങ്ങനെ ഒരു യോഗത്തിൽ കാമഭ്രാന്തുള്ള VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ഗണേശ് അപ്പൊ പക്ഷേ അത് ഗണേശ് ഉടൻ തിരുത്തിയെന്ന് തോന്നുന്നു. എങ്കിലും പറഞ്ഞു. തിരുത്തിയല്ലെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അത് പറഞ്ഞതാണ് നമ്മുടെ മനസ്സിലുള്ളത്. കാരണം പറയാൻ പാടില്ലാത്തൊരു പദപ്രയോഗമായിരുന്നു. ഈ കഥകളി ഭ്രാന്ത്, കാമഭ്രാന്തൊക്കെ അത് ചിരപരിചിതരായവർ അത് ആവർത്തിക്കും. അതെ. ഏതായാലും ഗണേഷിൽ നിന്ന് ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. അതെ, മാന്യമായി ജോലി ചെയ്ത് ഒരു സൽപ്പേരുണ്ടാക്കാൻ കിട്ടുന്ന അവസരം ഗണേഷ് കളഞ്ഞു ഇല്ലെങ്കിൽ ഷിബു ബേബി ജോൺമാരെ പോലെ ഒരുപാട് പേർ തലക്കടി കൊടുക്കാനുണ്ടാവും. അതിൻ്റെയൊക്കെ അവർ പറയുന്ന വിമർശനങ്ങളുടെ സാരം ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. വെറുതെ വടി കൊടുത്ത് അടി പഠിക്കാതിരിക്കട്ടെ.